ഇന്നത്തെ ഇന്നത്തെ ഈ വീഡിയോയിൽ ചിലരുടെ ലൈംഗിക സംശയങ്ങളും അവയ്ക്കുള്ള മറുപടികളുമാണ്. അടുത്ത സംശയം ഒരു യുവാവിൻ്റേതാണ്. യുവാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഡോക്ടർ, എനിക്ക് 34 വയസ്സ് പ്രായമുണ്ട്. 5 വർഷമായി ഞങ്ങൾ വിവാഹിതരായിട്ട്. എൻ്റെ ഭാര്യ നിമ്മിക്ക് 32 വയസ്സും പ്രായമുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ കുട്ടികളായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഭാര്യ ലൈംഗിക ബന്ധത്തിൽ ഒട്ടും താല്പര്യം കാണിക്കാറില്ല. ഡോക്ടർ, ലൈംഗിക ബന്ധം കുട്ടികളുണ്ടാവാൻ വേണ്ടിയാണെന്ന അഭിപ്രായം ഭാര്യയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ ലൈംഗിക താല്പര്യക്കുറവ് മാറ്റിയെടുക്കാൻ എന്താണ് പോംവഴി ഡോക്ടർ? ഞാൻ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയാണ്. ദയവ് ചെയ്ത് ഡോക്ടർ മറുപടി അയയ്ക്കുക. 34 വയസ്സുള്ള പുരുഷനും 32 വയസ്സുള്ള സ്ത്രീയും വിവാഹം കഴിഞ്ഞ് 5 വർഷമായി നല്ലപോലെ ദാമ്പത്യ ബന്ധവും ലൈംഗിക ബന്ധവും ആസ്വദിക്കേണ്ട പ്രായമാണ്. പക്ഷേ ഇവിടെ ഭാര്യയ്ക്ക് ലൈംഗിക താല്പര്യം കുറഞ്ഞുപോയി. ഇത് വിശ്വാസത്തിൻ്റെയും ആശയത്തിൻ്റെയും പൊരുത്തക്കേടുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. മനുഷ്യരാശിയിൽ ലൈംഗിക ബന്ധം വെറും പ്രത്യുൽപാദനത്തിന് മാത്രമല്ല, മറിച്ച് പങ്കാളികൾ തമ്മിലുള്ള സ്നേഹബന്ധവും ശക്തിപ്പെടുത്താനും വ്യക്തിപരമായ ആത്മവിശ്വാസം നിലനിർത്താനും അവനവൻ്റെ ലൈംഗിക സ്വത്വത്തെ ശക്തിപ്പെടുത്താനും കൂടിയാണ്. ഈ കാര്യത്തിൽ നിങ്ങൾക്കും ഭാര്യയ്ക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസവും ആശയപരമായ പൊരുത്തക്കേട് ഉണ്ട്. ഇത് മനസ്സുവെച്ചാൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ കൗൺസിലിങ്ങിനും സൈക്കോതെറാപ്പിക്കും വിധേയരാകുക. അതാണ് ഇതിനുള്ള ഒരു പോംവഴി. അടുത്ത ചോദ്യം ഒരു വിദ്യാർത്ഥിയുടേതാണ്. ഞാൻ 20 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഡോക്ടർ. എന്നും സ്വയംഭോഗം ചെയ്യാൻ തോന്നാറുണ്ട്. എന്നും ചെയ്യുന്നത് ഒരു രോഗാവസ്ഥയാണോ ഡോക്ടർ? മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വയംഭോഗം ഒരു രോഗാവസ്ഥ അല്ല. കൗമാരപ്രായം ലൈംഗിക വികാരം വർദ്ധിക്കുന്ന കാലഘട്ടമാണല്ലോ. സ്ത്രീയായാലും പുരുഷനായാലും ശരീരത്തിലെ ലൈംഗിക ഹോർമോണുകൾ ശരീരത്തെയും മനസ്സിനെയും സ്വാധീനിക്കുന്നതാണ് ഇതിന് കാരണം. വികാര ശമനമില്ലാത്തതിന് ലൈംഗിക വീഴ്ചയിലുള്ള അവസരം ലഭ്യമല്ലാതിരിക്കുമ്പോൾ സ്വയംഭോഗം ഒരു പോംവഴിയായി മാറുന്നുണ്ട്. സ്വയംഭോഗം ഒരു പ്രശ്നമാകുന്നത് സദാസമയവും അതിനെക്കുറിച്ചും ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. സ്വയംഭോഗം ചെയ്ത് വികാരശമനം ലഭിച്ചാൽ പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം. കൗമാരപ്രായത്തിൽ പഠനത്തിലും കായിക വിനോദങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സൗഹൃദങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പോഷകാഹാരവും കൃത്യനിഷ്ഠയോടു കൂടിയുള്ള പഠനവും വ്യായാമവും സാമൂഹിക സമ്പർക്കവും വായനയും സംഗീതവും എല്ലാം പ്രധാനപ്പെട്ടതാണ്. അതിലേക്കാണ് ശ്രദ്ധ തിരിക്കേണ്ടത്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഞാൻ 48 വയസ്സുള്ള വിവാഹിതനാണ് ഡോക്ടർ. കുറച്ചു മാസങ്ങളായി പെട്ടെന്ന് എനിക്ക് സ്ഖലനം സംഭവിക്കുന്നു. ഇത് പരിഹരിക്കാൻ വല്ല മാർഗവുമുണ്ടോ ഡോക്ടർ? ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്രയും കാലമില്ലാതെ 48-ാം വയസ്സിൽ എന്തുകൊണ്ട് ശീഘ്രസ്ഖലനം തുടങ്ങി എന്നത് അന്വേഷിക്കണം. പൊതുവെ അമിത ഉത്കണ്ഠയാണ് ശീഘ്രസ്ഖലനത്തിന് ഒരു കാരണം. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ അമിത ഉത്കണ്ഠ അനുഭവപ്പെടുന്ന ജീവിത സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. സ്വയം അന്വേഷിച്ച് മനസ്സിലാക്കണം. ലൈംഗികതയെ ബാധിക്കുന്ന പ്രമേഹം, അമിത കൊളസ്ട്രോൾ അതുപോലുള്ള അസുഖങ്ങളുടെ തുടക്കം നിങ്ങളിലുണ്ടോ എന്നും മെഡിക്കൽ പരിശോധന വഴി കണ്ടുപിടിക്കാം. ജീവിത സാഹചര്യങ്ങൾ കാരണം ഉത്കണ്ഠ കൂടുന്നുവെങ്കിൽ യോഗം, കൗൺസിലിംഗ് മുതലായവ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഭാര്യയുടെ പങ്കിനെക്കുറിച്ച് നിങ്ങൾ കത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ പങ്കാളിയുടെ നിസ്സംഗമായ പ്രതികരണവും ലൈംഗിക താല്പര്യക്കുറവുമെല്ലാം പുരുഷൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാം. ഒരു സൈക്കാട്രിസ്റ്റിനെ നേരിൽ കണ്ട് പ്രശ്നം വിലയിരുത്തുക. ചിലപ്പോൾ ഉത്കണ്ഠ കുറയാനും സ്ഖലന സമയം ദീർഘിപ്പിക്കാനുമുള്ള ചെറിയ തോതിലുള്ള മരുന്നുകൾ കൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതായിരിക്കാം. അടുത്ത ചോദ്യം. ഞങ്ങൾ അടുത്തിടെയാണ് വിവാഹിതരായത് ഡോക്ടർ. എനിക്ക് 28 വയസ്സും ഭാര്യയ്ക്ക് 25 വയസ്സുമാണ് പ്രായം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കഠിനമായ വേദന അനുഭവപ്പെടുന്നു എന്ന് എൻ്റെ ഭാര്യ പറയാറുണ്ട്. ഈ പ്രശ്നത്തിന് ചികിത്സ വേണ്ടി വരുന്നോ ഡോക്ടർ? ഉത്തരം നമുക്ക് നോക്കാം. സുഗമമായ ലൈംഗിക വീഴ്ചയ്ക്ക് ഒരു പുരുഷന് ലിംഗോദ്ധാരണ ആവശ്യമാണെങ്കിൽ സ്ത്രീകൾക്ക് യോനിയിൽ സ്നിഗ്ധതയും വഴുവഴുപ്പും ഉണ്ടാവണം എന്നത് സ്വാഭാവികമാണ്. ഈ ലൂബ്രിക്കേഷൻ ലൈംഗിക ഉത്തേജനം അനുഭവപ്പെടുമ്പോഴും പ്രാഥമിക കാമലീലകളിൽ ഏർപ്പെടുമ്പോഴും സംഭവിക്കുന്നതാണ്. അമിത ഭയമോ ഉത്കണ്ഠയോ ഇഷ്ടക്കുറവോ ഉണ്ടെങ്കിൽ യോനിയിൽ വരൾച്ച അനുഭവപ്പെടാം.
ആ സമയത്താണ് നിങ്ങൾ വീഴ്ച നടത്തുന്നതെങ്കിൽ അത് വേദനാജനകമായിരിക്കും. ഇത് പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ശാരീരികമായി അടുക്കുന്ന സമയത്ത് ഭയമോ പിരിമുറുക്കമോ ഉണ്ടാവുന്ന അവസ്ഥ ഒഴിവാക്കുക. പരസ്പര ആശയവിനിമയവും ഉത്കണ്ഠാരഹിതമായ ഇടപെടലുകളും വേണം. പ്രാഥമികമായ കാമലീലകളിൽ നല്ലതുപോലെ സമയം ചെലവാക്കുകയും വേണം. ആവശ്യമെങ്കിൽ വഴുവഴുപ്പുള്ള പ്രത്യേക ക്രീമുകൾ ബന്ധപ്പെട്ട സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ടും കുറവില്ലെങ്കിൽ വീഴ്ച സമയത്തുള്ള വേദനയ്ക്ക് വല്ല ശാരീരികമായ കാരണങ്ങളും ഉണ്ടോ എന്നറിയാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കാം.